കെട്ടിട നിർമ്മാണം ഉപേക്ഷിച്ചിട്ടും നഗരസഭയിലടച്ച അധിക ഫ്ലോർ ഏരിയ റേഷ്യോ തുക തിരികെ നൽകുന്നില്ലെന്ന പരാതിയുമായി ഫ്ളാറ്റ് ഉടമകൾ. നവരത്ന ഹൈറ്റ്സ് എന്ന പേരിൽ 14 നില കെട്ടിടം നിർമ്മിക്കാനായിരുന്നു പദ്ധതി. 14 വർഷങ്ങൾക്ക് മുൻപ് മലയൻകീഴി ജംഗ്ഷനിൽ നവരത്ന ഹൈറ്റ്സ് എന്ന പേരിൽ 14 നില കെട്ടിടം പണിയുന്നതിന് നഗരസഭയിൽ നിന്ന് നിർമ്മാണാനുമതി നേടിയിരുന്നു. നിർമ്മാണ സ്ഥലത്തിന് മുന്നിൽ കൊടിക്കാലുകൾ സ്ഥാപിച്ചു. ഓട്ടോ സ്റ്റാൻഡ് ഒരുക്കിയും പൊതുശുചിമുറി നിർമ്മിച്ചും നിരന്തരം തടസ്സങ്ങൾ സൃഷ്ടിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായപ്പോൾ ഫ്ളാറ്റ് നിർമ്മാണം എന്ന പദ്ധതി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതായി ഉടമകൾ പറയുന്നു. പദ്ധതി ഉപേക്ഷിച്ച ശേഷം നഗരസഭയിലടച്ച 6,62,176 അധിക ഫ്ലോർ ഏരിയ റേഷ്യോ തുക തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് നിർമ്മാതാക്കൾ 4 വർഷം മുൻപ് നഗരസഭയ്ക്ക് കത്ത് നൽകി. എന്നാൽ തുക തിരിച്ചു നൽകാൻ ചെയർമാൻ കെ ടോമിയും വാർഡ് കൌൺസിലറും ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷനുമായ KV തോമസും തടസ്സം നിൽക്കുകയാണെന്ന് ഉടമകൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. പൈസയ്ക്ക് വേണ്ടി പല പ്രാവശ്യവും കോതമംഗല നഗരസഭയിൽ കയറി ഇറങ്ങിയാണ്. നഗരസഭാ ചെയർമാൻ ഒരു കാരണവശാലും തള്ളാവുന്ന രീതിയിലായിരുന്നു. പിന്നെ ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കരുതലും കൈത്താങ്ങലും പരാതി കൊടുത്തു. അദാലത്തിൽ മുഖ്യമന്ത്രി മുഖേന മന്ത്രി പ്രസാദ് ഉത്തരവിട്ടു തരാൻ പറഞ്ഞു. എന്നിട്ടും ചെയർമാൻ തരാൻ തയ്യാറായില്ല. വീണ്ടും ഞങ്ങൾ നവകേരള യാത്രയും കൊടുത്തു. അവിടെ ചെയർമാൻ ഇത് തരാൻ തയ്യാറായില്ല. കളക്ടർ ഉത്തരവിട്ട് കൊടുക്കാൻ പറഞ്ഞു. അവസാനം നഗരസഭാ സെക്രട്ടറി അൻസൽ എന്ന് പറഞ്ഞ അദ്ദേഹം ഇത് കൊടുക്കണമെന്ന് പറഞ്ഞ് ചെയർമാൻ്റെ അനുവാദം കിട്ടുന്നവർക്ക് തരാം എന്ന് പറഞ്ഞ് ഉത്തരവിട്ടു. അതും നടപ്പാക്കാൻ ബഹുമാനപ്പെട്ട നഗരസഭാ ചെയർമാൻ കെ ടോമി തയ്യാറായില്ല. കൂടാണ്ട് ഞങ്ങൾ ഈ അടുത്ത ദിവസം കഴിഞ്ഞ ഓഗസ്റ്റ് 16 ഒരാഴ്ച മുമ്പ് എറണാകുളം ടൗൺ ഹാളിൽ വെച്ച് ഒരു മന്ത്രിയുടെ അദാലത്തിൻ്റെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് മന്ത്രി രാജേഷ് മിനിസ്റ്റർ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ മിനിസ്റ്ററുടെ അദാലത്തിൽ ഞങ്ങൾ പങ്കെടുത്തു. ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെട്ട് ഞങ്ങൾക്ക് ഈ കൊടുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഉത്തരവിറക്കി. ഗവൺമെൻറ്റിൽ നിന്ന് ഞങ്ങൾക്ക് പണം തരാൻ പറഞ്ഞൊരു ഉത്തരവിറക്കി. എൻ്റെ കോപ്പികൾ നിങ്ങൾക്ക് തരുന്നതാണ്. ഇനി അറിയില്ല ചെയർമാൻ അതോടെ എന്നാണ്. ഞങ്ങൾ ഈ പ്രോജക്റ്റ് ഉപേക്ഷിക്കാൻ കാരണം മലയൻകീഴി ജംഗ്ഷനിൽ എനിക്ക് സാങ്ഷനൊക്കെ മേടിച്ച് ഞങ്ങൾ പണി ആരംഭിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത രീതിയിൽ നിറച്ച് കൊടിമരങ്ങൾ, ബാക്കി ഡാൻസ് സ്ഥലത്ത് ഓട്ടോറിക്ഷ, പിന്നെ ഒരു ഉപേക്ഷിക്കപ്പെട്ട അതായത് നടത്താൻ പറ്റാത്ത ഒരു ടേക്ക് എ ബ്രേക്ക് എന്ന് പറഞ്ഞ ഒരു ടോയ്ലറ്റ് ഏകദേശം കപ്പയോട് ചേർന്ന് അതാണ് നടക്കുന്ന കപ്പയോട് ചേർന്ന് ഏകദേശം ഒരു 3 മീറ്റർ പോലും അകലമില്ലാണ്ട് ഒരു മൂത്രപ്പര പണിയാൻ ആ സ്ഥലത്ത് പോലും ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ് ചെയ്യണത് മുഴുവൻ. പിന്നെ PWD അനുവാദം കൊടുത്തിരിക്കുന്നത് 5 മീറ്ററിലാണ്, ഇവർ ചെയ്യുന്നത് 3 മീറ്ററിലാണ്. അതുകൊണ്ട് PWD അതിന് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു, ആ പണി നിർത്തിവെപ്പിച്ചു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയി കൊടിമരങ്ങളൊക്കെ പറപ്പിച്ചു. അടുത്ത ടേക്ക് എ ബ്രേക്കും മറ്റുള്ള കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിക്കും ജില്ലാ കളക്ടർക്കുമടക്കം പരാതി നൽകുകയും തുക മടക്കി നൽകാൻ ഇവരെല്ലാം നിർദ്ദേശിച്ചിട്ടും ഇതുവരെ തുക നൽകാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്നും ആരോപണമുണ്ട്. മുഖ്യമന്ത്രിയുടെ കരുതലും കൈത്താങ് അദാലത്തിൽ നൽകിയ പരാതിയിൽ മന്ത്രി പ്രസാദിട്ട ഉത്തരവ് അവഗണിച്ച നഗരസഭയ്ക്കെതിരെ നവകേരള യാത്രയിലും പരാതി നൽകി അനുകൂല ഉത്തരവ് ലഭിച്ചിരുന്നുവെന്നും പറയുന്നു. അവസാനമായി ഓഗസ്റ്റ് 16 എറണാകുളം ടൗൺ ഹാളിൽ നടന്ന അദാലത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് നൽകിയ ഉത്തരവുമായി എത്തിയ ഉടമകളെ നഗരസഭാ ഓഫീസിൽ വെച്ച് സ്ഥിരം സമിതി അധ്യക്ഷൻ അധിക്ഷേപിക്കുകയും ചെയ്തുവെന്നും പത്രസമ്മേളനത്തിൽ പറഞ്ഞു. നടപടിയുണ്ടായില്ലെങ്കിൽ ജനങ്ങൾ ശക്തമായ മറുപടി നൽകുമെന്ന് ഫ്ളാറ്റ് മാനേജിംഗ് ഡയറക്ടർ VC ജോയ്, ഡയറക്ടർമാരായ മാണി വർക്കി, ജോസ് വർക്കി ചക്കിയത്ത്, ആന്റി കറപ്ഷൻ സൊസൈറ്റി സംസ്ഥാന പ്രസിഡന്റ് PA ഷാജി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.